എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കാർഡോൺ പ്ലാന്റർ എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏലകൃഷിയിൽ തേനീച്ചയുടെ പ്രാധാന്യം എന്തെന്ന് നമ്മുടെ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്കുള്ളത്. നമ്മുടെ ലോകത്തുള്ള ചെടികളിൽ ഏകദേശം 75% ചെടികളും പരാഗണം നടക്കുന്നത് തേനീച്ചയുടെ സഹായത്താലാണ്. അതുപോലെ തന്നെ ഏലകൃഷിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 95% പരാഗണവും നടക്കുന്നത് തേനീച്ചയുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ തേനീച്ച ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ പരാഗണം നടക്കുകയില്ല. അത് നമ്മുടെ ഈൽഡിനെ വളരെ കാര്യമായി തന്നെ ബാധിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ പലതും തേനീച്ചകൾക്ക് ദോഷകരമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ. എന്നാൽ ഇതിൽ തന്നെ ഈ ഫിപ്രോനിൽ പോലുള്ള കെമിക്കലുകൾ അതിമാരകമാണ് തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിന് പകരമായിട്ട് പുതിയ തലമുറയിൽപ്പെട്ട വളരെയധികം കെമിക്കലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ പഴയ തലമുറയിൽപ്പെട്ട കെമിക്കലുകൾ മാറ്റി പുതിയ തലമുറയിലെ കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തേനീച്ച കോളനികൾ നഷ്ടപ്പെടാതിരിക്കാനും അതിലൂടെ നമുക്കൊരു നല്ല ഈൽഡ് ലഭിക്കുവാനും ഉപകരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്ലോറോൺട്രാനിലിപ്രോൾ, അതുപോലെ സ്പിനറ്റോറാം, സ്പിനോസാഡ്, ഡയാഫെൻദ്രോൺ, അതുപോലെ ഫ്ലുവൻഡാമൈഡ്, ഇതുപോലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ തേനീച്ചയെ സംബന്ധിച്ച് ലോ ടോക്സിക് ആണ്. അപ്പോൾ എൻഡോക്സകാർബ്, ഇങ്ങനെ തേനീച്ചയ്ക്ക് അധികം ടോക്സിക് അല്ലാത്ത കെമിക്കലുകൾ നമ്മൾ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് തേനീച്ച കോളനികൾ അധികം നഷ്ടപ്പെടാതിരിക്കുവാൻ കർഷകരെ സഹായിക്കും. രണ്ടാമതായിട്ട് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ ഏറ്റവും കൂടുതൽ തേനീച്ചയുടെ ആക്ടിവിറ്റി നടക്കുന്നത് രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 1 മണി വരെയുള്ള സമയങ്ങളിലായിരിക്കും. അപ്പോൾ ഈ സമയം നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയം ഒഴിവാക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും തേനീച്ചയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഈ ഏലച്ചെടിയിൽ തന്നെ ഇടുക്കി ജില്ലയിൽ വിവിധ സമയങ്ങളിൽ നടത്തിയിരിക്കുന്ന പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തേനീച്ച അധികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ഒരു 25 മുതൽ 40% വരെ ഈൽഡ് വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന ഏലക്കായുടെ ഏകദേശം 25 മുതൽ 40% വരെ വർദ്ധിപ്പിക്കുവാൻ തേനീച്ചകൾക്ക് സാധിക്കും. ഈ പരാഗണം എന്ന പ്രോസസ്സ് തേനീച്ചകൾക്കല്ലാതെ മറ്റൊരു തരത്തിലും നമ്മൾ ആരും വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അതുപോലെ തന്നെ തേനീച്ചകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തേനീച്ചകളുടെ കണ്ണിനകത്ത് വരെ സൂക്ഷ്മ രോമങ്ങളുള്ള ഒരു ജീവിയാണ് തേനീച്ച. ഈ സൂക്ഷ്മ രോമങ്ങൾ തേനീച്ചയ്ക്ക് കൃത്യമായി പരാഗണം നടത്തുവാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഈ ചെടികൾക്കകത്ത് എത്രത്തോളം തേനുണ്ട് എന്ന് തിരിച്ചറിയുവാനും ഈ സൂക്ഷ്മ രോമങ്ങൾ തേനീച്ചയെ സഹായിക്കും. അപ്പോൾ കൃത്യമായി പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ തേനീച്ചകൾ തോട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു 2020 ശേഷം ഏലകൃഷിയിൽ ഏറ്റവും കൂടുതലായി നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് കാപ്പൊഴിച്ചിൽ വളരെയധികം കൂടി വരുന്നു. ഓരോ കൊല്ലം കഴിയും തോറും ഈ കാപ്പൊഴിച്ചിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ചെടികളെല്ലാം ഹെൽത്തി ആയിട്ടായിരിക്കും നിൽക്കുക. ചെറിയ രീതിയിലുള്ള നിമറ്റോഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടി അതൊരു നമ്മുടെ ഈൽഡിനെ കുറയ്ക്കുവാൻ തക്ക രീതിയിൽ അല്ല എങ്കിൽ കൂടി നമുക്ക് ഈ പൊഴിച്ചിൽ വളരെ അധികമാകുകയും നമ്മുടെ ഈൽഡ് കുറയുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ചെടികളിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ട് നഗരവൽക്കരണം നടന്നിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പൊഴിച്ചിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തേനീച്ചകളെ നമുക്ക് തിരിച്ച് ഈ തോട്ടങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോ 2 കർഷകരോ ഒന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കർഷകരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തേനീച്ചകളെ തിരിച്ച് നമ്മുടെ തോട്ടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പോലുള്ള സംഘടനകൾ, സർക്കാർ ഓർഗനൈസേഷനുകൾ ഈ തേനീച്ചകളെ കൂടുതലായിട്ട് തോട്ടങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തേനീച്ച പെട്ടികളും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അത് കൃഷിഭവനുമായിട്ട് ചേർന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ കൃഷിഭവനിൽ അന്വേഷിക്കുകയും ഇങ്ങനെ ലഭിക്കുന്ന തേനീച്ച പെട്ടികൾ നിങ്ങളുടെ തോട്ടങ്ങളിൽ കൊണ്ടുവെക്കുകയും ചെയ്യുന്നത് ഈ തേനീച്ചയുടെ എണ്ണം കൂടുതലാകുവാൻ സഹായിക്കും.
അപ്പോൾ ഇതിനകത്തുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ ഈ തേനീച്ചയെ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഈ പ്രവൃത്തി അവസാനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അധിക കാലം ഈ തേനീച്ചകൾ ഈ പെട്ടിക്കകത്ത് ഇരിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇതിന്റെ പരിചരണം കൂടി പഠിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇപ്പോൾ ഏലകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലെ തന്നെ തേനീച്ച കൃഷിയെയും ഒരു കൃഷിയായിട്ട്, ഒരു ഇടവിളയായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഏലകൃഷിയിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കർഷകർക്ക് അതൊരു മറ്റൊരു വരുമാന മാർഗം കൂടിയായി മാറും. അപ്പോൾ തേനീച്ച പരിപാലനവും ഏലകൃഷിയോടൊപ്പം തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്കെല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഞാനൊരു ഫീൽഡിൽ പോവുകയും ഫീൽഡിൽ പോയ സമയത്ത് അവിടെ ഏലച്ചെടിയിൽ കാ പിടിക്കാത്തൊരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 9 ഫീൽഡിൽ പോയപ്പോഴുള്ള ഈ ചെടിയുടെ ചിത്രമാണ് ഞാൻ ഇതിനോടൊപ്പം കാണിക്കുന്നത്. ഇത് തങ്കമണിക്ക് അടുത്തുള്ള പ്രകാശ് എന്നുള്ള സ്ഥലത്തുള്ള ഒരു കർഷകന്റെ ഫീൽഡാണിത്. അപ്പോൾ മെയ് 9 ഈ ഫീൽഡിൽ പോകുമ്പോൾ അവിടുത്തെ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ജൂൺ മാസം 27 ഈ ഫീൽഡിൽ പോവുകയും അന്ന് ഈ തോട്ടത്തിൽ വന്ന മാറ്റം, അതായത് തേനീച്ച പെട്ടികൾ സ്ഥാപിച്ചതിന് ശേഷം തോട്ടത്തിൽ വന്ന മാറ്റവും അതിനോടൊപ്പം ഞാൻ അവിടെ വെച്ചെടുത്ത ഒരു വീഡിയോയും ഇതിനോടൊപ്പം കാണിക്കുകയാണ്. ഇപ്പം ഞാനുള്ളത് പ്രകാശിലാണ്. പ്രകാശിൽ ജോമോഞ്ചൻ എന്നാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാനൊരു 2-3 മാസം മുന്നേ ഇവിടെ ഈ കാറ്റ് വരുമ്പോൾ കാ പിടിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ജോമോഞ്ചേട്ടൻ പറയുന്ന ഒരു 2-3 കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും സീസൺ ആയി കഴിയുമ്പോൾ കാ പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ജോമോഞ്ചേട്ടൻ പറഞ്ഞത്. അപ്പം ജോമോഞ്ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ജോമോഞ്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇത് തേനീച്ചയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, തേനീച്ച പെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് പറഞ്ഞ് ജോമോഞ്ചേട്ടൻ ആവശ്യത്തിന് പെട്ടി ഈ തോട്ടത്തിൽ ഏകദേശം ഒരു 15 പെട്ടിയോളം തേനീച്ച പെട്ടി വെച്ചു. ആവശ്യത്തിന് തേനീച്ചയായി ഈ കൊല്ലം ചെടിയിൽ കാ കൃത്യമായിട്ട് സെറ്റായിക്കുന്നത്. അപ്പോൾ ഈ തേനീച്ചയുടെ ഗുണം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയ്ക്കകത്ത് ഇതുകൂടി ഉൾപ്പെടുത്തുന്നത്. ഈ വീഡിയോയിൽ പേര് പറയുന്നിടത്ത് ജോമോൻ എന്നാണ് പറഞ്ഞത്. ചേട്ടന്റെ പേര് നവീൻ എന്നാണ്. നവീൻ ചേട്ടന്റെ പേരാണ് ജോമോന്. അത് തെറ്റിച്ച് പറഞ്ഞതിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഏലകൃഷിയിൽ തേനീച്ചയ്ക്കുള്ള പ്രാധാന്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ തോട്ടങ്ങളിൽ ഇനി തേനീച്ച പെട്ടികൾ വെച്ചതിന് ശേഷവും നിങ്ങളുടെ തോട്ടങ്ങളിൽ കാ പൊഴിയുകയാണെങ്കിൽ മാത്രം നമ്മൾ വേലം പ്രൈം പോലെ നിമറ്റോഡിനെ കൺട്രോൾ ചെയ്യാനുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുക. ഇത് നമ്മുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കാ പൊഴിയുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നം സോൾവ് ആകുകയുള്ളൂ. നമ്മൾ പറയും വേരിന്റെ കംപ്ലൈന്റ് കൊണ്ടാണെന്ന് പറയും, വേര് ആദ്യം നമ്മൾ റെഡിയാകും. പിന്നെ പറയും ഏതോ ഒരു കുമിളിന്റെ ആക്രമണമാണെന്ന് പറഞ്ഞ് നമ്മൾ കുമിൾനാശിനികൾ അടിച്ചു കൊടുക്കും. ഇതെല്ലാം നമ്മുടെ ചിലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഈൽഡിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കാ പൊഴിയുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിച്ച് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ തോട്ടങ്ങളിൽ പോയി കണ്ട ഒരു അനുഭവം വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 80% കാ പൊഴിച്ചിലിനെയും കാരണമായി വന്നിരിക്കുന്നത് ഈ തേനീച്ചയുടെ അഭാവമാണ്. ഇനി ചെടിക്കുണ്ടാകുന്ന സ്ട്രെസ് മൂലമോ മറ്റോ കാ പൊഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പീരീഡ് നീണ്ടു നിൽക്കുകയില്ല. ഒരു ചെറിയ കാലഘട്ടം അത് നിൽക്കുകയും അതിനുശേഷം ചെടി ഈ സ്ട്രെസ്സിനെ അതിജീവിക്കുകയും ചെടികളിൽ കാകൾ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും പോളിനേഷൻ നടക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ തോട്ടങ്ങളിൽ കാ പിടിക്കാത്തത്. അപ്പോൾ നമ്മൾ പല ടോണിക്കുകളും മറ്റും അടിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ടങ്ങളിൽ തേനീച്ചയുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും തേനീച്ച പെട്ടികൾ വെക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് ചിലവ് കുറവും അതുപോലെ തന്നെ നമുക്ക് മികച്ച വിളവ് ഏലച്ചെടികളിൽ ലഭ്യമാകുകയും കൂടാതെ നമുക്ക് ആവശ്യമുള്ള തേൻ നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഈ തേനീച്ച വളർത്തലിനെ പറ്റി പഠിക്കാതെ നിങ്ങൾ തോട്ടങ്ങളിൽ കൊണ്ടുപോയി തേനീച്ച പെട്ടികൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ തേനീച്ച പെട്ടികൾ അധിക കാലം നിലനിൽക്കുവാനുള്ള സാധ്യതയില്ല. അപ്പോൾ തേനീച്ചയുടെ സംരക്ഷണം കൂടി പഠിച്ചതിന് ശേഷം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പെട്ടികൾ വെച്ച് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ തേനീച്ചകൾ ഈ പെട്ടികളിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. തേനീച്ച കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ സ്കീമുകളിൽ തേനീച്ച പെട്ടികളും കോളനികളും വളരെ വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ സ്കീമുകളെ പറ്റി അറിയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൃഷിഭവനുമായി സമീപിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ തേനീച്ചയുടെ സംരക്ഷണത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇതിന് പഠന വിധേയമാക്കിയത് ഒരാളുടെ തന്നെ 2 തോട്ടങ്ങളാണ്.
ആ തോട്ടങ്ങളിൽ ഒരു തോട്ടത്തിൽ 2 തോട്ടങ്ങളിലും ഒരുപോലെ തന്നെ പരിപാലനം നടത്തിയിട്ടും ഒരു തോട്ടത്തിൽ ചെടികളിൽ കാ പിടിക്കുകയും അടുത്ത തോട്ടത്തിൽ ചെടികളിൽ കാ പിടിക്കാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഈ തോട്ടങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് നമുക്ക് മനസ്സിലായത് തേനീച്ചകളാണ് ഇതിനകത്ത് പ്രധാന റോൾ വഹിക്കുന്നത് എന്ന്. അപ്പോൾ കാ പിടിച്ച തോട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാ പോലും തോട്ടത്തിൽ പൊഴിഞ്ഞിട്ടില്ല, ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ആവശ്യത്തിന് തേനീച്ചകളും അതുപോലെ തന്നെ പൂവിൽ പോളൻ ഗ്രെയിൻസിന്റെ അളവ് തീരെയില്ല. അതായത് തേനീച്ചകൾ വന്ന് ഇത് നേരത്തെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കർഷകർ മാത്രം വിചാരിച്ചാൽ ശരിയാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ തേനീച്ചയുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് മറ്റുള്ള കർഷക സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ താല്പര്യമുള്ളവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.